താനോസിനെ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാമോ? ലോർഡ് ഓഫ് ദി റിങ്സിലെയും ഹോബിറ്റിലെയും ഗോലത്തിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിലെ സീസർ, അവതാറിലെ പ്രധാന കഥാപാത്രങ്ങൾ, ഹൾക്ക്, കിങ് കോങ്. ഇതിനെല്ലാം പുറകിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു ടെക്നോളജി ഉണ്ട്, മോഷൻ ക്യാപ്ചർ. ഒരു അഭിനേതാവിന്റെ റിയൽ ബോഡി മൂവ്മെന്റ് റെക്കോർഡ് ചെയ്ത് ഒരു ഡിജിറ്റൽ ക്യാരക്ടറായി ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? മൂവ്മെന്റ് റിയൽ ആണ്, പക്ഷെ ക്യാരക്ടർ ഡിജിറ്റലാണ്. ഈ റിഫ്ലക്റ്റീവ് മാർക്കറുള്ള സ്യൂട്ട് ധരിച്ചാണ് ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്നത്. ഒരുപക്ഷെ ഡസൻസ് ഓഫ് ഇൻഫ്രാറെഡ് ക്യാമറകൾ ആ മാർക്കറുകളുടെ എല്ലാ ചലനങ്ങളും ഒരു 3D സ്പേസിൽ ട്രാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ മൂവ്മെന്റ്സ് മൊത്തം വെച്ച് ഒരു ഡിജിറ്റൽ സ്കെൽട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. ആനിമേറ്റേഴ്സ് ആ സ്കെൽട്ടന്റെ പെർഫോമൻസിനെ CGI ക്യാരക്ടറിൽ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഒരു ഹ്യൂമൻ താനോസ് ആവുന്നു, ഏപ്പ് ആവുന്നു, ഗോലം ആവുന്നു, അവതാർ ആവുന്നു. ചലനങ്ങൾ മാത്രം പോരല്ലോ, ഫേഷ്യൽ എക്സ്പ്രഷൻ വേണ്ടേ? ആക്ടേഴ്സ് അവരുടെ തലയിൽ ചെറിയ ക്യാമറകൾ മൗണ്ട് ചെയ്യുന്നു. അതുവഴി എവറി സ്മൈൽ, കണ്ണിന്റെ ബ്ലിങ്ക്, ലിപ് മൂവ്മെന്റ് തുടങ്ങി മുഖത്തെ എല്ലാം ക്യാപ്ചർ ചെയ്യുന്നു. അങ്ങനെ ഡിജിറ്റലി ക്രിയേറ്റഡ് കഥാപാത്രങ്ങൾക്ക് ഹ്യൂമൻ ഇമോഷൻ വരുന്നു. ഇനി കുറച്ച് ഗെയിം ചേഞ്ചേഴ്സ് ആയ സിനിമകളെ കുറിച്ച് പറയാം. ലോർഡ് ഓഫ് ദി റിങ്സിലെ ഗോലം പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യുന്നതിൽ റെവല്യൂഷൻ ആയിരുന്നു അവതാർ. പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് റിലീസ് ആയപ്പോൾ ഒരു മൊത്തം പടം ഡിജിറ്റൽ ക്യാരക്ടേഴ്സിന് ഷോൾഡർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ലോകം അറിഞ്ഞു. ഇൻഫിനിറ്റി വാർ വന്നതോടെ നമുക്ക് മോഷൻ ക്യാപ്ചർ വഴി താനോസിനെയും കിട്ടി. ആൻഡി സർക്കീസിനെ അറിയാത്തവർ കുറവായിരിക്കും. ആക്ടറായും മേക്കറായും ഒരുപാട് തവണ എക്സൈറ്റ് ചെയ്യിച്ച ആളാണ്. ലോർഡ് ഓഫ് ദി റിങ്സിലെ ഗോലം, പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിലെ സീസർ, സ്റ്റാർ വാർസിലെ സുപ്രീം ലീഡർ സ്നോക്ക്, മൗഗ്ലിയിലെ ബാലു, ഇതെല്ലാം മോഷൻ ക്യാപ്ചർ വഴി സർക്കീസ് ജീവൻ കൊടുത്ത കഥാപാത്രങ്ങളാണ്. നമ്മുടെ പൃഥ്വിരാജും വാരണാസിയിലെ മോഷൻ ക്യാപ്ചർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. കൂടുതൽ മോഷൻ ക്യാപ്ചർ അറിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പകരൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട മോഷൻ ക്യാപ്ചർ ക്യാരക്ടർ കൂടി പറയും.